ഹലോ, ഇന്നത്തെ ശാന്തസുന്ദരമായ പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല രാവിലെ തന്നെ അടിപൊളി വെയിലൊക്കെയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. സൂര്യനൊക്കെ അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നിറയെ പൂക്കളിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പൂവും മഞ്ഞപ്പൂവും ഇങ്ങനെ നിറച്ചുണ്ട് ഇപ്പോൾ. അങ്ങനെ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നേരെ ഇനി കിച്ചണിലേക്ക് പോയാലോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ രാത്രിയിൽ ഞാൻ എല്ലാ പരിപ്പ് വകകളും എടുത്ത് കുതിർത്തിട്ടിരുന്നു. ഇതിനകത്ത് കുറച്ച് പച്ചരിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് രാത്രി ഫുള്ള് കുതിർത്തതിന് ശേഷം രാവിലെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ കഴുകിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണ്ടത് 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് പെരുംജീരകം വേണം, പിന്നെ വറ്റൽമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് അരയ്ക്കണം. പിന്നെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുരിങ്ങയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. വീട്ടിൽ കുറച്ച് മുരിങ്ങയില ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണമല്ലോ, അത് മാത്രമല്ല നല്ലതുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനകത്ത് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആരും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ അതും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് ദോശ ഉണ്ടാക്കുന്നത്. ഇത് നമുക്കിനി പുളിക്കാനൊന്നും വെക്കണ്ട, നമുക്ക് ഡയറക്റ്റ് ദോശ ചുട്ടെടുക്കാം. ഞാൻ കുറച്ച് ഉഴുന്നും കൂടെ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമൽ അരിദോശ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഇവിടെ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം, ഇങ്ങനെ ക്രിസ്പി ദോശയായിട്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിൽ നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. ചമ്മന്തിയുടെ റെസിപ്പി എടുക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേന് സമയം അങ്ങോട്ട് പോയി. ഇവർക്ക് സ്കൂളിലൊക്കെ പോകണം. അപ്പോൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചമ്മന്തിയുടെ റെസിപ്പിനും പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഇടാം. അങ്ങനെ വിവാൻകുട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പോയി. വാശിക്കുട്ടി രാവിലെ അതിന് മുമ്പേ പോയി കേട്ടോ. അപ്പോൾ അന്നേരം ഒന്നും എടുക്കാൻ പറ്റിയില്ല. വെയിൽ കണ്ടപ്പോൾ വന്നിങ്ങനെ വെയിൽ കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് വിറ്റാമിൻ ഡി എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച്. വളരെ റെയറായിട്ടാണ് ഇത്ര നന്നായിട്ട് വെയിലടിക്കുന്നത്. ഒരു പ്രകാശം ഇങ്ങനെ അടിക്കാതിരിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവർക്കും വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ടാബ്ലറ്റൊക്കെ എടുക്കുന്നുണ്ട്, ഞാനും എടുക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ഡേയ്സൊക്കെയാണ് കഴിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ക്ഷീണവും ഭയങ്കര തളർച്ചയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് പിന്നെ ചെറിയൊരു വെയിൽ കാണുമ്പോൾ തന്നെ എല്ലാവരും പാർക്കിൽ പോയിട്ട് അങ്ങനെ കിടക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് സൂര്യൻ വരാത്തതിൻ്റെ വിഷമം, നാട്ടിലാണെങ്കിൽ ചൂട് കൊണ്ട് ആർക്കും ഇരിക്കാൻ വയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ട്. എല്ലാ അളവിൽ കൂടുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ാണ് വിവാൻകുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അതുകൊണ്ട് കുറേ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് പോയിരിക്കുന്നു. ഇത് സ്കൂളിൽ ഇവർക്ക് ഇതുപോലെ വർക്ക്ഷീറ്റായിട്ടാണ് കൊടുക്കുന്നത്. മാത്സും ഇംഗ്ലീഷും അത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. അതുപോലെ തന്നെ മാത്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി പോലെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളിൽ ഒരു ജൂൺ എൻഡ് ആവും തോറും സ്കൂൾ അടയ്ക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അതിന് മുമ്പ് നേരത്തെ ചെയ്തിട്ടുള്ള പേപ്പറൊക്കെ അവരിങ്ങനെ കൊടുത്തു വിടും. ഇത് ക്രിസ്മസ് സമയത്ത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. മാത്സ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ ഒരു സാന്താക്ലോസിൻ്റെ രൂപത്തിൽ കിട്ടും. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മാത്സ് ഒക്കെ പഠിക്കാനും. കുറച്ച് അവർക്കും ആക്ടിവിറ്റിയുമാണ്, പക്ഷേ അതിലൂടെ അവർ പഠിക്കുന്നുമുണ്ട്. പക്ഷെ അത് നല്ലൊരു ടെക്നിക്കാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ബോറടിക്കത്തില്ല. പിന്നെ ആകെ കൊടുത്തു വിടുന്നത് ഇംഗ്ലീഷിൻ്റെ വേർഡ്സ് മാത്രമാണ് കേട്ടോ ഹോംവർക്കായിട്ട് വീട്ടിലേക്ക്. അത് പിറ്റേ ദിവസം അവർ ഡിക്റ്റേഷൻ ഇടുകയും ചെയ്യും. ഇതാണ് ആ ഒരു വർക്ക്ഷീറ്റ്. പിന്നെ എല്ലാ വീക്കിലും പുതിയ പുതിയ വേർഡ്സ് അവർ കൊടുത്തു വിടും. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് രണ്ടുപേരും കൂടെ ചെസ്സ് കളിക്കുന്നുണ്ട്. ഇടയ്ക്ക് നിർത്തിയതായിരുന്നു, വീണ്ടും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെസ് ബോർഡ് നമ്മൾ വാങ്ങിയിട്ട് ഒരു 4 വർഷമായി കേട്ടോ. ഇതുവരെ അതിനൊരു കുഴപ്പമില്ല. നമുക്ക് എല്ലാ കോയിൻസ് ഇതിനുള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും. അതുകൊണ്ട് ഒന്നും കളഞ്ഞു പോകത്തില്ല. അപ്പോൾ പിള്ളേർക്ക് ആർക്കെങ്കിലും നമ്മൾ ഇതുപോലെ മേടിച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ പലപ്പോഴും ഇതിനു മുമ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കോയിൻ എവിടെ പോകണമെന്ന് നമുക്ക് അറിയത്തേ ഇല്ല. കാരണം അത് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് തെറിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെസ് ബോർഡൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്ന് കുറച്ച് മുരിങ്ങയിലയും കൂടി ഇനി ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങയൊന്ന് വറുത്തെടുക്കണേ. അപ്പോൾ ഇതൊരു നാടൻ രീതിയിലുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ചെറിയുള്ളി ഒന്ന് ചതച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ മിക്സിയിൽ അരയ്ക്കുന്നതിനെക്കാട്ടിൽ നമ്മുടെ ഇടികല്ലുണ്ടെങ്കിൽ അതിൽ ചതച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ ചെറിയുള്ളി. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അത് കുറച്ച് കഴിയുമ്പോഴത്തേന് അങ്ങ് വാടി കിട്ടും. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വേവിച്ച് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡിയാവും. പിന്നെ ഞാൻ ഫിഷ് കറിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. ഇനിയിപ്പം ഞാൻ പോയി ഒന്ന് കുളിച്ച് ഒന്ന് റെഡി ആയിട്ട് വരാം. നല്ല വെയിലൊക്കെ വെള്ളിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറേ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകാനിട്ടു. വെള്ളിയിൽ വിരിക്കാമെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഇവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, മഴ ചടക്കി പെയ്യാനും മതി. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തില്ല.
അപ്പോഴത്തേന് ഈവനിങ് ആയി, വഷിക്കുട്ടി സ്കൂളിൽ നിന്ന് എത്തി. അപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഫസ്റ്റ് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഞാൻ വൈകിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം വന്ന് ബ്രെഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് പോലെ തന്നെത്താനെ ഇപ്പോൾ അതൊക്കെ ചെയ്തോളും. അപ്പം ഞാനൊരു സ്പെഷ്യൽ രീതിയിൽ ഒരു ടോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു വിവാൻകുട്ടിക്ക്. വഷിക്കുട്ടിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. അപ്പം അതിനായിട്ട് ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് തേനും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കയുടെ തോല് കളഞ്ഞിട്ട് അതിൻ്റെ ആ കുരു മാത്രം ഇതിനകത്തുനിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാല്, ഒരു അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ട, കുറച്ച് തിക്കിരുന്നോട്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് ഓരോ ബ്രെഡായിട്ട് മുക്കിയിട്ട് നമുക്ക് തവയിലൊന്ന് ഇനി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. പക്ഷേ ഇത് നമ്മൾ മുക്കുന്ന സമയത്ത് കണ്ട ഒരുപാട് ലൂസാവാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാത്തിലും അതിങ്ങനെ പിടിക്കണം. ഇത് മുട്ടയില്ലാതെ നമുക്ക് ടോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ബട്ടറൊക്കെ ഇട്ടിട്ട് പതുക്കെ വേണം ഇത് നമുക്ക് മൊരിയിച്ചെടുക്കാൻ. ഷുഗർ ഇടുന്നത് കൊണ്ടാണ് ആ ഒരു ജസ്റ്റ് ക്യാരമലായിട്ട് ആ ഒരു കളറൊക്കെ ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ. അവർക്കിങ്ങനെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ. വിവാനും ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഫുള്ളെല്ലാം വീണ്ടും ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോഴത്തേന് അടുത്ത ഇനി ഡിന്നർ പരിപാടിയാവും. കുറച്ച് ചോറ് ബാലൻസ് ഉണ്ട് അപ്പോൾ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ബാക്കി ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാം നോക്കിയപ്പം കോളിഫ്ലവർ ഇരിപ്പുണ്ട്. അങ്ങനെ കോളിഫ്ലവറിനെ എടുത്ത് ഞാൻ വിചാരിച്ചു ഒരു സ്പെഷ്യൽ ഒരു കറി പോലെ ആക്കാമെന്ന്. ഒരു ചൈനീസ് കറി പോലെ. അതിന് പേരൊന്നുമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടി കോളിഫ്ലവറിനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ആദ്യം ഫസ്റ്റ് പക്കോട ഉണ്ടാക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അതങ്ങ് മടിച്ചു. പിന്നെ കറിയാക്കിയെങ്കിൽ രാത്രിയിലത്തേക്ക് കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ കറിയാക്കി. അപ്പോൾ കോളിഫ്ലവറിനെ ജസ്റ്റ് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, നോർമൽ ചില്ലി പൗഡർ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഗരം മസാല എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണയിൽ. ഇനി നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സവാള വേണം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം. ഇതൊക്കെ ഒരു ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് എണ്ണയിലേക്ക് കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാമേ. ഒരു ഹൈ ഫ്ലെയിമിലിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ ഒന്ന് വെള്ളത്തിൽ കലക്കി ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ഇട്ടിട്ട് ലാസ്റ്റ് കുറച്ച് ഹണിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കറി റെഡിയാവും. ഞാൻ കുറച്ചുകൂടെ ഗ്രേവിയിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത് നിൽക്കും തോറും വീണ്ടും അത് തിക്കായി കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് ഒരു പരീക്ഷണക്കറിയായിരുന്നു. പക്ഷേ ടേസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.